താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. ഗോകുലം കൺവെൻഷൻ സെന്ററിൽ രാവിലെ 10 മണിക്കാണ് യോഗം. യോഗത്തിൽ സംഘടനയുടെ നേതൃത്വം സംബന്ധിച്ച തീരുമാനങ്ങളും ഉണ്ടാകും. വിവരങ്ങളുമായി വിനയ രാജു ചേരുന്നുണ്ട്. വിനയ, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക? കൂടുതൽ വിവരങ്ങൾ. താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. രാവിലെ 10 മണിക്ക് ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് യോഗം ചേരുക. യോഗത്തിൽ സംഘടനയുടെ നേതൃത്വം സംബന്ധിച്ച തീരുമാനങ്ങളും ഉണ്ടാകും. മമ്മൂട്ടി ഒഴികെയുള്ള മറ്റു താരങ്ങളെല്ലാം യോഗത്തിൽ പങ്കെടുക്കും. പ്രസിഡന്റായി മോഹൻലാൽ തന്നെ എത്തുമെന്നാണ് സൂചനയുള്ളത്. ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖും ട്രഷററായ ഉണ്ണി മുകുന്ദനും ഉള്ളവർ രാജിവെച്ച ഒഴിവുകളിലേക്ക് പുതിയ ഭാരവാഹികളെയും ഇന്ന് കണ്ടെത്തിയേക്കും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 27-നാണ് അമ്മയിൽ കൂട്ടരാജി നടന്നത്. വിവരങ്ങളുമായി വിനയ രാജു ചേരുന്നുണ്ട്. വിനയ, യോഗത്തിൽ എന്തൊക്കെയായിരിക്കും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക? കൂടുതൽ വിവരങ്ങൾ. എന്തായാലും 10 മണിയോടെയാണ് അമ്മയുടെ ജനറൽ ബോഡി യോഗം, ഗോകുലം ജനറൽ ബോഡി യോഗം ചേരുന്നത്. മമ്മൂട്ടി ഒഴികെയുള്ള താരങ്ങളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും യോഗത്തിലെ അജണ്ട എന്ന് പറയുന്നത് പുതിയ നേതൃത്വത്തെ അല്ലെങ്കിൽ പുതിയ നേതൃനിരയെ കണ്ടെത്തുക എന്ന് തന്നെയാണ്. എന്നിരുന്നാൽ കൂടി നിലവിലെ പ്രസിഡന്റായിട്ടുള്ള മോഹൻലാൽ തന്നെ തുടരണമെന്നാണ് ഈ അംഗങ്ങൾ അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അഡ്ഹോക് കമ്മിറ്റിയാണ് നിലവിൽ അമ്മ സംഘടനയെ നയിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ താരസംഘടനയിലടക്കം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിനെതിരെ അടക്കം കേസുകൾ ഉണ്ടാവുകയും ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് ഒഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയും മറ്റും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഓഗസ്റ്റ് 27-നായിരുന്നു അമ്മയിൽ ഒരു കൂട്ടരാജി നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അഡ്ഹോക് കമ്മിറ്റിയായിരുന്നു ഈ താരസംഘടനയെ നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്രധാനമായും ഈ അംഗങ്ങളടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് മോഹൻലാൽ തന്നെ പ്രസിഡന്റായി തുടരണമെന്ന് തന്നെയായിരുന്നു ഈ അംഗങ്ങളടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ മോഹൻലാൽ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സംഘടനയിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ താൻ പ്രസിഡന്റായി തുടരില്ല എന്ന് മോഹൻലാൽ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അമ്മ സംഘടനയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന സിദ്ദിഖ് രാജിവെച്ച ഒഴിവിലേക്ക് പിന്നീട് ജോയിന്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന ബാബുരാജിനെയായിരുന്നു നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ബാബുരാജിനെ സ്ഥിരം നിയമനമായി, അതായത് സ്ഥിരം ജനറൽ സെക്രട്ടറിയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിലും ഇന്നൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ ട്രഷറർ ആയിട്ടുണ്ടായിരുന്ന ഉണ്ണി മുകുന്ദനാണെങ്കിലും തനിക്ക് ട്രഷറർ സ്ഥാനം തുടരാൻ ആഗ്രഹമില്ലെന്ന് കാണിച്ചുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് സംഘടന അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ തനിക്ക് തുടരാൻ സാധ്യത ഇല്ല എന്ന് തന്നെ, അല്ലെങ്കിൽ തനിക്ക് തുടരാൻ ആഗ്രഹമില്ല എന്ന് തന്നെ ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ അടുത്ത ട്രഷറർ ആരാണ് എന്ന കാര്യത്തിൽ അടക്കം തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഈ സംഘടനകളെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ പുതിയൊരു സംഘടനയെ കുറിച്ചിട്ടുള്ള തീരുമാനം അടക്കം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പല നടന്മാരും കേസുകളിൽ പെടുകയും മറ്റും നിയമ നടപടികൾ തുടർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു അമ്മ സംഘടന നേരിട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ചേരുന്ന ഒരു ജനറൽ ബോഡി യോഗമാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യവും ഉണ്ടെന്ന് തന്നെ പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ അഭിനേതാക്കളും മറ്റും സിനിമാ സെറ്റുകളിലാണെങ്കിലും അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സത്യവാങ്മൂലം എഴുതി തരണം, സിനിമയ്ക്ക് മുൻപ് ഒരു സത്യവാങ്മൂലം എഴുതി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളടക്കം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തന്നെ സിനിമാ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. പല നടന്മാർക്കുമെതിരെയും ലഹരി കേസുകളടക്കം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം
സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സിനിമാ സെറ്റുകളിൽ നിന്നും പൂർണ്ണമായും ലഹരിയെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പല പദ്ധതികളും നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അത്തരത്തിലാണ് ഈ കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കം തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നതും ഇത്തരത്തിൽ ലഹരി ഉപയോഗം പൂർണ്ണമായും സിനിമാ സെറ്റുകളിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കാര്യങ്ങളടക്കം തന്നെ ഇന്നത്തെ അമ്മ സംഘടനയിൽ ചർച്ചയാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 10 മണിയോടെയാണ് യോഗം ചേരുന്നത്. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി തന്നെ റിലീസായി സംഘടനയിൽ നടന്ന അല്ലെങ്കിൽ യോഗത്തിൽ നടന്ന തീരുമാനങ്ങൾ പുറത്തറിയിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച്. ആതിര. ശരി, വിനയരാജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.